മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് പത്തനംതിട്ട SP സുജിത് ദാസിന് ഇപ്പോൾ സ്ഥലമാറ്റം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെയൊക്കെ വാർത്തകൾ വന്നിരുന്നത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുമെന്നാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ സ്ഥലമാറ്റത്തിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്? അതാണ് അനുപ്രിയ ഞാൻ നേരത്തെ വന്നത്. ഇതിൽ സുജിത് ദാസിനെതിരെയോ അല്ലെങ്കിൽ ADGP അജിത് കുമാറിനെതിരെയോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടികൾ എടുത്താൽ അത് അവസാനം ചെന്ന് എത്തി നിൽക്കുക P ശശിയിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ അങ്ങനെ ഒരു നടപടിയിൽ നിന്നും മുഖ്യമന്ത്രിയെ പിന്തിരിപ്പിക്കുന്നത്. P ശശിക്കെതിരെ നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കണം. അങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ അതിൽ വലിയ രീതിയിൽ അത് PV അൻവറിന്റെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ഒരു നടപടിയായി പോകുമെന്ന വിലയിരുത്തലാണ് മുഖ്യമന്ത്രിക്കുള്ളത്. PV അൻവർ ഈ ഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ ഞാൻ നേരത്തെ വളരെ വിശദമായി സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് വേണ്ട, അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളൊരു നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അനുപ്രിയ. PV അൻവർ MLA തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി തുടരുന്നതിൽ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം അതൃപ്തരാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ലിബീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.